കേരളത്തിന്റെ ആരോഗ്യ മേഖല തകർച്ചയുടെ വക്കിൽ എന്ന തരത്തിൽ പ്രചരിക്കുന്ന പല വാർത്തകളും തെറ്റാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞ കാര്യങ്ങളെ ആരോഗ്യ മേഖലയെക്കുറിച്ചുള്ള പൊതുവായ പ്രസ്താവനയായി എടുക്കേണ്ടതില്ല. കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ ഇത്രയധികം പണം ചെലവഴിച്ച ഒരു സർക്കാർ ഉണ്ടോ എന്നും ഹലോ മലയാളം ലീഡേഴ്സ് മോർണിംഗിൽ മന്ത്രി ചോദിച്ചു. ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞ കാര്യങ്ങളെ ആരോഗ്യ മേഖലയെക്കുറിച്ചുള്ള പൊതുവായ പ്രസ്താവനയായി എടുക്കേണ്ടതില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ ഗൗരവതരമായി തന്നെ എടുക്കുന്നു. കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ ഇത്രയധികം പണം ഒരു സർക്കാർ ചെലവഴിച്ച ചരിത്രമുണ്ടോ എന്നും ആരോഗ്യമന്ത്രി ചോദിച്ചു. ഹലോ മലയാളം ലീഡേഴ്സ് മോർണിംഗിലായിരുന്നു വീണ ജോർജിന്റെ പ്രതികരണം. ഒരു എക്യുപ്മെന്റിൽ ഉപയോഗിക്കുന്ന പ്രോബിന് കേടുപാട് വന്നു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം അത് ഈ വിഷയം പറഞ്ഞപ്പോൾ അതിനെ തുടർന്ന് നമ്മുടെ സർക്കാർ ആശുപത്രികൾ മുഴുവൻ ഇങ്ങനെയാണ് എന്ന്, സർക്കാർ സംവിധാനങ്ങൾ ഇങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട്. വളരെ നിർഭാഗ്യകരമാണ് അത്. ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ കുറിച്ച് സർക്കാരിന് വളരെ നല്ല അഭിപ്രായം. അദ്ദേഹത്തെ ആരെങ്കിലും ഉപകരണമാക്കാൻ ശ്രമിക്കുന്നു എന്നൊരു തോന്നൽ ആരോഗ്യവകുപ്പിനില്ല. അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളിൽ അന്വേഷണ സമിതി റിപ്പോർട്ട് വരട്ടെ എന്നും മന്ത്രി. അദ്ദേഹത്തെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് 2 വർഷം മുൻപ് ഞാൻ തന്നെയാണ്, ഈ സർക്കാരാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഡോക്ടർ ഹാരിസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങളിൽ അന്വേഷണ സമിതി നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ട് പുറത്തു വരട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും അത് എന്താണ് എന്നുള്ളത് അതിൻ്റെ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഡോക്ടർ ഹാരിസ് ഉന്നയിച്ച ആരോപണങ്ങളിൽ ഒരു അന്വേഷണ സമിതിയെ നിയോഗിച്ചത് സർക്കാരിന് എല്ലാ വിഷയങ്ങളിലും തുറന്ന സമീപനമായതുകൊണ്ടെന്ന് മന്ത്രി. ഈ സർക്കാരിന് പ്രധാനം ജനക്ഷേമമെന്നും വീണ ജോർജ്. ഒരു സർജറി മാത്രം മുടങ്ങിയുള്ളല്ലോ, കുഴപ്പമില്ല. അങ്ങനെയല്ല, ഓരോ രോഗിയും പ്രധാനപ്പെട്ട, ഓരോരുത്തരുടെ വേദന പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഓപ്പൺ മൈൻഡഡ് ആയിട്ടാണ് നമ്മൾ, തുറന്ന മനസ്സോടെയാണ് സമീപിക്കുന്നത്. ആ തുറന്ന മനസ്സോടെ അതിനെ സമീപിക്കുമ്പോഴാണ് വാസ്തവത്തിൽ അതിൽ എന്താണ് അതിന്റെ യാഥാർത്ഥ്യം എന്നുള്ളത് വസ്തുനിഷ്ഠമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. സർക്കാർ ആശുപത്രികളെക്കുറിച്ച് പൊതുജനങ്ങളിൽ ഒരു തെറ്റായ ചിന്തയുണ്ടാക്കാൻ ചിലർ ബോധപൂർവം ശ്രമിക്കുന്നുവെന്നും ആരോഗ്യമന്ത്രി. മാധ്യമപ്രവർത്തകയായിരുന്നിട്ടും ഏറ്റവും കൂടുതൽ മാധ്യമവേട്ട നേരിടുന്നയാൾ താനാണ്. ചില മാധ്യമങ്ങൾ വളരെ ബോധപൂർവമായിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ നന്മകൾ കാണുന്നതിനാരും അനുശ്രമിക്കുന്നില്ല. 8 കോടി ജനങ്ങളിൽ നിന്ന് 13 കോടിയോ 13.4 കോടിയിലേക്ക് നമ്മുടെ രജിസ്ട്രേഷൻ OP വർദ്ധിച്ചതാരും കാണുന്നില്ല. നമ്മുടെ ജില്ലാ ജനറൽ ആശുപത്രികൾ എത്ര വലിയ മാറ്റമാണ്. 9 വർഷം മുൻപ് ഒരു ജില്ലാ ആശുപത്രിയിൽ നമ്മൾ കേട്ടിട്ടുണ്ടോ ഒരു ഹൃദ്രോഗ ചികിത്സ ഉണ്ടായിരുന്നു എന്ന്? നമുക്കൊരു നെഞ്ചുവേദന ഉണ്ടായാൽ നമ്മൾ ഓടും സർക്കാർ ആശുപത്രി, ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക്. ഹലോ മലയാളം ലീഡേഴ്സ് മോർണിംഗിലായിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പ്രതികരണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.